तव कथामृतं तप्तजीवनं कविभिरीडितं कल्मषापहम् श्रवणमङ्गलम् श्रीमदातदं भुवि गृह्णन्ति ते भूरितजनाः भुवि गृह्णन्ति ते भूरितजनाः. വചനാമൃതത്തിൽ പരാമർശിച്ചിരിക്കുന്ന സന്ദർഭങ്ങളുടെ ഒരു സാഹചര്യ കഥകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. കഴിഞ്ഞ തവണ പറഞ്ഞ് വച്ചത് 18-ാം നൂറ്റാണ്ട് മുതൽ എങ്ങനെയാണ് ഭഗവാന്റെ അവതാരത്തിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടം, തൊട്ടു മുമ്പെന്ന് പറയാൻ പറ്റില്ല, 30 വർഷം, 18-ാം നൂറ്റാണ്ട് തുടങ്ങുമ്പോൾ മുതൽ ഭഗവാന്റെ 1836 വരെയുള്ള കാലം, അപ്പോൾ ഏകദേശം 36 വർഷം. ഈ 36 വർഷമാണ് ഭഗവത് അവതാരത്തിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന ഇന്ത്യയുടെ അവസ്ഥ. അതായിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ മിഷണറിമാർ വന്നതും ഒക്കെ ചേർത്തുള്ള കുറേ ഭാഗങ്ങൾ നമ്മൾ നോക്കിയത്. അപ്പോൾ ഭഗവാന്റെ അവതാരത്തോടുകൂടി ഭഗവാൻ കൽക്കട്ടയിൽ വന്ന് തൻ്റെ അവതാര ലീലയുടെ പരിസമാപ്തിയിലേക്ക് എത്തുന്നതിന് അതിനുള്ള ഒരു വേദി ഒരുങ്ങുന്ന സമയത്ത്, അപ്പോൾ കൽക്കത്തക്കാരെ കുറിച്ച്, അതായത് ഈ കഴിഞ്ഞ 1800 മുതൽ ഉള്ള ആ കാലഘട്ടത്തിൽ കടന്നു വന്നിട്ടുള്ള ആ കാലഘട്ടം മുതലുള്ള കൽക്കട്ടയുടെ ഒരു പശ്ചാത്തലത്തെ വെച്ചുകൊണ്ടാണ് ഭഗവാൻ തൻ്റെ അവതാര ദൗത്യത്തിന് തയ്യാറെടുക്കുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു കൽക്കട്ടയുടെ ഒരു അവസ്ഥ, ആ കൽക്കട്ടയെ എങ്ങനെയാണെന്ന് ഭഗവാൻ പലതവണ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞു വന്നത്, ലൗകിക ജീവിതത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്നവരാണവർ കൽക്കട്ട അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു ജനങ്ങളുടെ ഒരു പരാമർശമാണ് എങ്കിലും ഭഗവാൻ ഇത് കൽക്കട്ടക്കാർ എന്നുള്ള നിലയിലാണ് പറയുന്നത്. കൽക്കട്ടക്കാർ എന്ന് പരാമർശിക്കുന്നുണ്ട്. മാസ്റ്റർ മഹാശയൻ വരുമ്പോഴും നിങ്ങൾ കൽക്കട്ടക്കാർ എന്നാണ് പറഞ്ഞ് സംസാരം തുടങ്ങുന്നത് തന്നെ ഭഗവാൻ. അപ്പോൾ അവർ ലൗകിക ജീവിതത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്നവരാണ്, മായാബന്ധനത്തിലാണ്, അവർ ഒരിക്കലും അത് അറിയുന്നില്ല എന്ന് ഭഗവാൻ തന്നെയാണ് പറയുന്നത്. ഈശ്വരനെക്കുറിച്ച് പറഞ്ഞാൽ അവർ അപ്പോൾ സ്ഥലം വിടും, അതാണ് അവസ്ഥ. ഇവർ ബദ്ധജീവന്മാരാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. കൽക്കട്ടക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ ബദ്ധജീവന്മാരാണ് എന്നാണ് പറഞ്ഞത്. ഈ ബദ്ധജീവൻ്റെ ലക്ഷണം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അത് വചനാമൃതത്തിൽ 1-ാം ഭാഗത്ത് തന്നെ അത് പറയുന്നുണ്ട്. 1-ാം ഭാഗത്തിൽ 1-ാം വോള്യത്തിൽ 7-ാം ഭാഗത്ത് ഗുരുദേവനും വിജയഗോസ്വാമിയും എന്നുള്ള ഒരു ഭാഗം വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ അതെ, 7-ാം ഭാഗം ഗുരുദേവനും വിജയഗോസ്വാമിയും എന്നുള്ള അധ്യായത്തിൽ, അതിൻ്റെ അധ്യായം 2-ലാണ് ബദ്ധജീവൻ്റെ ലക്ഷണം ഭഗവാൻ പറയുന്നത്. ഭഗവാൻ പറയുന്നു, ബദ്ധജീവന്മാർക്ക്, സംസാര ജീവന്മാർക്ക്, അതായത് ബദ്ധജീവന്മാർ എന്ന് പറയുന്നത് സംസാര ജീവന്മാർ, അവർക്ക് ഒന്നുകൊണ്ടും വെളിവുണ്ടാവുകയില്ല. എന്തെല്ലാം ദുഃഖങ്ങൾ, എന്തൊക്കെ വഞ്ചനകൾ സഹിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്, എന്തെല്ലാം ആപത്തിലാണ് അവർ പെടുന്നത്. എന്നിട്ടും
അവരുടെ കണ്ണ് തുറക്കുന്നില്ല എന്നുള്ളതാണ് അത്ഭുതം. അത് ഒട്ടകത്തിന് മുൾച്ചെടി വലിയ ഇഷ്ടമാണ്. എന്നാൽ തിന്നും തോറും വായിൽ നിന്നും ചോര കൂടുതൽ കൂടുതൽ പൊട്ടിയൊലിക്കും. എന്നാലും വേണ്ടില്ല, ആ മുൾച്ചെടി തന്നെ തിന്നും, വിടില്ല. ലൗകിക മനുഷ്യൻ എന്തുമാത്രം ശോകതാപങ്ങളാണ് ഇങ്ങനെ തിന്നുന്നത്. എന്നാലും വേണ്ടില്ല, 4 നാൾ കഴിഞ്ഞാൽ പഴയപടിയാവും. ഭാര്യ മരിച്ചുപോയി, അല്ലെങ്കിൽ അവൾ പുംസ്ഥിലിയായി, എന്നാൽ കൊള്ളാം, പിന്നെയും പോയി വേറെ ഒരു പെണ്ണ് കിട്ടും. മകൻ മരിച്ചുപോയി, എന്തൊരു സങ്കടമാണ് ആ സന്ദർഭത്തിൽ. കുറച്ച് ദിവസം കഴിഞ്ഞു എല്ലാം മറന്നു. ആ കുട്ടിയുടെ അമ്മ സങ്കടം സഹിക്കാനാവാതെ വീണ അവൾ കുറച്ച് ദിവസം കഴിഞ്ഞതാ മുടി മിനുക്കുന്നു, ആഭരണങ്ങൾ അണിയുന്നു. ഇത്തരം മനുഷ്യർ പെൺപിള്ളേരെ കെട്ടിക്കൊടുത്ത് പാപ്പരെഴുതുന്നു. എന്നിട്ടും ആണ്ടുതോറും പെൺപിള്ളേരെ ജനിപ്പിക്കുന്നു. കോടതി കയറി ഒക്കെ മുടിഞ്ഞു, പിന്നെയും വ്യവഹാരത്തിന് പോകുന്നു. തിന്നാൻ കൊടുക്കാനില്ല, ഉടുക്കാനില്ല, പഠിപ്പിക്കാൻ വഴിയില്ല, താമസിപ്പിക്കാൻ നേരെ ഒരു വീടില്ല. എന്നാലും ആണ്ടോടാണ്ട് പിള്ള പിറക്കും. ഇനിയും ലൗകിക മനുഷ്യൻ ചിലപ്പോഴൊക്കെ തുരപ്പനെ പിടിച്ച പാമ്പിനെ പോലെയാണ്. വിഴുങ്ങാനും മേല, വിടാനും മേല. സംസാരത്തിൽ കഴമ്പൊന്നുമില്ലെന്ന് ബദ്ധജീവൻ അറിഞ്ഞെന്ന് വരാം. ഇത് ഇങ്ങനെ ഭഗവാൻ അതിനെ വിവരിച്ചു പോവുകയാണ്. ആ ഒരു ഭാഗം ഞാനത് വായിച്ചു എന്ന് മാത്രം. എത്ര കൃത്യമായിട്ടാണ് സംസാര ജീവിതത്തിൽ പെട്ട നമ്മളെപ്പോലുള്ളവരുടെ ആ മനോഗതിയെ ഭഗവാൻ വളരെ കർക്കശമായിട്ടാണ് വിവരിച്ചത്, യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ. കാര്യം ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്. കൽക്കട്ടക്കാർ എന്നുള്ള ഒരു സംബോധന ആണെങ്കിൽ പോലും അത് ഏത് കാലത്തും ഇന്നും നമ്മുടെ ഈ മനുഷ്യ സമൂഹത്തിന് നേരെ, എല്ലാ സ്ഥലത്തുമുള്ള ആളുകൾക്ക് നേരെയുള്ള ഒരു അല്ലെങ്കിൽ ഒരു തരം ശകാരം തന്നെയാണത്. എങ്ങനെയാണ് നമ്മൾ ഈ സംസാര ജീവിതത്തിൽ പെട്ടിട്ട് ഒരിക്കൽ പോലും അതിൽ നിന്ന് മോചനം കിട്ടാൻ നമുക്ക് താല്പര്യവുമില്ല. മോചനം കിട്ടാൻ അതിൽ തന്നെ ഒട്ടകം മുള്ളുചെടി ഇന്നുന്ന പോലെ അങ്ങ് സഹിക്കുകയാണത്. യഥാർത്ഥത്തിൽ നമ്മൾ അറിയുന്നില്ല നമ്മുടെ ആ വേദനകളും വിഷമങ്ങളും നമ്മൾ എത്രത്തോളമാണെന്ന് നമ്മൾ ഗ്രഹിക്കുന്നില്ല അതിനെക്കുറിച്ച്. ഇതാണ് ഭഗവാൻ പറഞ്ഞ ഈ ഇത്തരം ഉദാഹരണങ്ങളാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഇത്തരം സന്ദർഭങ്ങളുടെ ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ടാണ് ഭഗവാൻ ഈ ബദ്ധ ജീവനെക്കുറിച്ച് വിവരിച്ചത്. ഇങ്ങനെയുള്ള കൽക്കത്തയുടെ അന്നത്തെ ജലസാമാന്യത്തിലേക്കാണ് ശ്രീരാമകൃഷ്ണദേവൻ പ്രവേശിക്കുന്നത്. അതാണ് ഇതിനകത്ത് പ്രധാനമായും നമ്മൾ കാണേണ്ട ഒരു ഘടകം. ഭഗവാൻ ഈ ഒരു ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്കാണ് ഭഗവാൻ പ്രവേശിക്കുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ ദക്ഷിണേശ്വരത്തിരുന്നു കൊണ്ട് ഈ സമൂഹത്തിലേക്ക് തൻ്റെ അവതാര ഉദ്ദേശത്തിൻ്റെ ആ അവസാന ഘട്ടത്തിലേക്ക്, ആ അവതാര ഉദ്ദേശം എന്താണോ അതിൻ്റെ ആ ഒരു ക്ലൈമാക്സിലേക്ക് ഭഗവാൻ പ്രവേശിക്കുമ്പോൾ ഇതാണ് ഇങ്ങനെയുള്ളൊരു സംസാരബദ്ധരായ ഒരു സമൂഹത്തെയാണ് ഉദ്ധരിക്കാൻ, അല്ലെങ്കിൽ അവരെയാണ് ഒരു വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഭഗവാൻ ആ ജന്മമെടുത്ത് അല്ലെങ്കിൽ അവതാരമെടുത്ത് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതിനു വേണ്ടി ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ ഒരുക്കി നിർത്തി അവരെ മോചിപ്പിക്കണമെങ്കിൽ അവതാരത്തിന് പോലും ഒരു പരിശീലനം ആവശ്യമാണ്. അതാണ് ഭഗവാന്റെ ജീവിതത്തിൽ ഭഗവാൻ തുടക്കത്തിൽ നമ്മൾ ലീലാമൃതത്തിൽ അത് വളരെ വ്യക്തമായിട്ടുണ്ട്. ആദ്യത്തെ 12 വർഷം ഈ ഭഗവാന്റെ 12 വർഷത്തെ വിവിധ സാധനാക്രമങ്ങൾ ഭഗവാൻ അനുഷ്ഠിക്കുന്ന ഒരു 12 വർഷം ഈ വിവിധ, അതായത് ക്രൈസ്തവ ഇതായിട്ടും അല്ലെങ്കിൽ ഇസ്ലാം മത ഇതുമായിട്ടും ഒക്കെ അങ്ങനെ പല രൂപത്തിൽ എല്ലാ തരത്തിലും ഒരു 12 ആദ്യത്തെ ആ 12 വർഷം സാധനാ ജീവിതത്തിന്, സാധനാക്രമങ്ങൾക്ക് ശേഷമാണ് ഭഗവാൻ തൻ്റെ ദൗത്യവുമായി പ്രത്യക്ഷത്തിൽ കൽക്കട്ട സമൂഹത്തിലേക്ക്, കൽക്കട്ട സമൂഹം എന്ന് പറയുന്നത് ജനസമൂഹത്തിലേക്ക് ഭഗവാൻ പ്രവേശിക്കുന്നത്. ശ്രീരാമകൃഷ്ണദേവന് നല്ല ബോധ്യമുണ്ടായിരുന്നു താൻ ചുവടുവെക്കുന്നത് ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യം നയിക്കുന്ന ഇന്ത്യയാണെന്ന്. അതാണ് ഭഗവാൻ അത് നല്ല ബോധ്യത്തോടു കൂടിയാണ്.
ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യം നയിക്കുന്ന ഒരു ഇന്ത്യയിലേക്കാണ് തൻ്റെ അവതാര ഉദ്ദേശവുമായി താൻ ഇറങ്ങേണ്ടത്. അത് വളരെ വളരെ വ്യക്തതയോടുകൂടിയാണ് ഭഗവാൻ അത് ആ ഒരു ഭാഗം ഭഗവാൻ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ആദ്യമായി കേശവചന്ദ്രസേനെ പിടിച്ചത്. കാര്യം കേശവചന്ദ്രസേനെ പോലുള്ള ഒരു ആളെ വേണം ആദ്യം പിടിക്കാൻ. അതായിരുന്നു കേശവചന്ദ്രസേൻ എന്നുള്ള വ്യക്തിയുടെ ഭഗവാൻ കേശവചന്ദ്രസേനിലൂടെ അതാണ് കണ്ടെത്തിയത്. അതായത് ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലേക്ക് ഒരു ഇന്ത്യൻ പരിതസ്ഥിതിയിലേക്കല്ല ഭഗവാന്റെ പ്രവേശം, ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലേക്കാണ്. ഇന്ത്യയിലാണെങ്കിൽ പോലും ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യമാണിത്, ബ്രിട്ടീഷ് സംസ്കാരമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാരതത്തിലേക്കാണ് ഭഗവാൻ വരേണ്ടത്. അങ്ങനെ അതിൽ വിശ്വസിക്കുകയും ആ ബ്രിട്ടീഷ് സാമ്രാജ്യം ഏത് തരത്തിലുള്ള സംസ്കാരമാണോ ഈ സമൂഹത്തിൽ ചെലുത്തിയിട്ടുള്ളത് അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ജനത കൽക്കട്ടയിലായിരുന്നു. കാര്യം ഒന്നാമത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാനം എന്നുള്ള നിലയിൽ കൽക്കട്ട പൂർണ്ണമായും അന്നത്തെ കൽക്കട്ടയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു തരത്തിലും അതൊരു ഭാരതീയ പശ്ചാത്തലമേ ആയിരുന്നില്ല, തികച്ചും ഒരു വൈദേശിക പശ്ചാത്തലത്തിലായിരുന്നു. അതായിരുന്നു ആ കൽക്കട്ടയുടെ അന്നത്തെ ഒരു സാഹചര്യം എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ പോകുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം അത്രമാത്രം വൈദേശിക ശക്തികൾ കീഴടക്കിയ, സാംസ്കാരികപരമായിട്ടും സാമൂഹികമായിട്ടും എല്ലാം കീഴടക്കിയ ഒരു ഭൂപ്രദേശത്തേക്കാണ് താൻ തൻ്റെ അവതാര ദൗത്യവുമായി ഇറങ്ങുന്നതെന്ന് നല്ല ബോധ്യം ഭഗവാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കൽക്കത്തയുടെ അന്നത്തെ ഭൗതിക സാഹചര്യങ്ങളിലേക്കാണ് താൻ ഇറങ്ങുന്നത് എന്ന്, പ്രവേശിക്കുന്നത് എന്ന് ഭഗവാന് നല്ല ബോധ്യമുണ്ടായിരുന്നു. വളരെ ആലോചിച്ച് നോക്കൂ, അങ്ങനെയുള്ള വളരെ അതിശക്തന്മാർക്ക് പോലും പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഈ സാംസ്കാരിക പശ്ചാത്തലത്തിലേക്ക്. അങ്ങനെയുള്ളിടത്തേക്ക് വളരെ ലോലമായ ആരോഗ്യാവസ്ഥയായിരുന്നു അദ്ദേഹത്തിനെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. വളരെ ലോലമായൊരു ആരോഗ്യാവസ്ഥ. അദ്ദേഹം പറയുമായിരുന്നത് മുൻ അവതാരങ്ങളായ ഗൗരാംഗനും നിതായിയും, കൽക്കട്ടയിൽ തന്നെ ബംഗാളിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന അവതാര പുരുഷന്മാരായിരുന്നവർ. ഗൗരാംഗനും നിതായിയും ഈശ്വരീയ സന്ദേശങ്ങളുമായി ഓരോ വീട്ടിലും കയറിയിറങ്ങുമായിരുന്നു. ഗൗരാംഗനും നിതായിയുമെല്ലാം ഓരോ വീടാന്തരം കയറിയിറങ്ങുമായിരുന്നു. ഇന്ന് എനിക്ക് കൽക്കട്ട വരെ പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനം വേണം. സ്ഥിരമായി കുതിരവണ്ടിയിലാണ് ശ്രീരാമകൃഷ്ണദേവൻ കൽക്കത്തയിലെ ഭക്തന്മാരുടെ വീടുകളിൽ പോവുക. അപ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞു, അന്ന് അവർ വീടാന്തരം നടന്ന് കയറി ഇറങ്ങിക്കൊണ്ടിരുന്നതാണ്. നിതായിയെ സംബന്ധിച്ചിടത്തോളം ഗൗരാംഗനും ഒക്കെ ഒരു വലിയ പ്രൊസഷൻ പോലെയാണ് അവർ. നടന്ന് ഭജനയും കീർത്തനങ്ങളും എല്ലാം പാടി അങ്ങനെ തെരുവിലൂടെ നടന്ന് ഓരോരോ വീടുകൾ കയറി ഇറങ്ങുന്നു. അങ്ങനെയായിരുന്നു അന്നത്തെ സഞ്ചാര രീതി. ഇന്നിപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ എന്ന് പറയുന്നത് തൻ്റെ കാലമായപ്പോഴേക്കും, ഈ തൻ്റെ കാലമായപ്പോഴേക്കും എനിക്ക് കൽക്കത്ത വരെ പോകാൻ പോലും ഒരു കുതിരവണ്ടി ആവശ്യമാണ്. അപ്പോൾ അതിന് അങ്ങനെ മാത്രമേ സന്ദർശനം പോലും സാധ്യമാകുന്നുള്ളൂ എന്ന തലത്തിലായി. ബ്രഹ്മസമാജത്തിൻ്റെ ശക്തമായ സാന്നിധ്യമുള്ള സമയത്താണ് ശ്രീരാമകൃഷ്ണദേവൻ കൽക്കത്തയിലെത്തുന്നത്. നോക്കൂ, അവിടെ ബ്രഹ്മസമാജമാണ് ശരിയായ രീതിയിൽ ആ സാമൂഹികമായി ഏറ്റവും ശക്തി ആർജിച്ചത് ബ്രഹ്മസമാജമാണ്. അപ്പോൾ ആ ബ്രഹ്മസമാജത്തിൻ്റെ ഒരു സ്വാധീനത്തിൽപ്പെട്ട ഒരു ജനവിഭാഗം, പ്രത്യേകിച്ച് യുവജനത മുഴുവനും ബ്രഹ്മസമാജത്തിൻ്റെ സ്വാധീനത്തിലാണ്. അപ്പോൾ ബ്രഹ്മസമാജക്കാരായ നേതാക്കളുടെ പ്രത്യേകതകൾ കൂടി ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ. ശ്രീരാമകൃഷ്ണദേവൻ ബ്രഹ്മസമാജത്തെയാണ് ആദ്യം സമീപിക്കുന്നത്. നമ്മളത് വചനാമൃതം വായിക്കുമ്പോഴും ലീലാമൃതം വായിക്കുമ്പോഴും ഒക്കെ, അല്ലെങ്കിൽ ആ അവതാര കഥ വായിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് മനസ്സിലാവും. ഏതാണ്ട് 1875 ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. കൽക്കത്തയുടെ ആ സാമൂഹിക മണ്ഡലത്തിലേക്ക് ഭഗവാൻ ആദ്യമായി പുറത്തിറങ്ങുന്നത്
1875 ഈ അവതാര ഉദ്ദേശവുമായിട്ട്. അത് നമ്മൾ കേശവചന്ദ്രസേനെ തേടി ഭഗവാൻ പോകുന്ന സന്ദർഭം നമ്മൾ അങ്ങനെ കണ്ടതാണ്. ഇതിനു മുമ്പ് നമ്മളത് ആ ഭാഗം കേശവചന്ദ്രസേൻ്റെ ഭാഗം വന്നപ്പോൾ വായിച്ചതാണ് നമ്മൾ, കേശവചന്ദ്രസേനെ പോയി കാണാൻ. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. കേശവചന്ദ്രസേനെയാണ് ശ്രീരാമകൃഷ്ണൻ ആദ്യം നേരിട്ട് പോയി കാണുന്ന ഒരു വ്യക്തി. കാരണം ബ്രഹ്മസമാജത്തിൻ്റെ അന്നത്തെ ഏറ്റവും സമുന്നതനായ യുവ നേതാവ് അതായിരുന്നു കേശവചന്ദ്ര, ശക്തനായ നേതാവ്. ബ്രഹ്മസമാജം മുഴുവനും കേശവചന്ദ്രസേൻ്റെ കീഴിലായിരുന്നു. അതിപ്പോൾ കൽക്കട്ട മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ബ്രഹ്മസമാജത്തിൻ്റെ അനുയായികൾ ധാരാളമുണ്ടായിരുന്നു, കേശവചന്ദ്രസേൻ്റെ അനുയായികൾ ധാരാളമുണ്ടായിരുന്നു. അപ്പം കേശവചന്ദ്രസേനൻ കൂടെ ഉണ്ടെങ്കിൽ തൻ്റെ അവതാര ദൗത്യത്തിന് ആദ്യം വേണ്ടത് ഇതുപോലുള്ള ശക്തരായ ആളുകളെയാണെന്ന് ഭഗവാൻ അറിയാമായിരുന്നുകൊണ്ടാണ് കേശവചന്ദ്രസേനെ പോയി കാണുന്നത്. അന്ന് പോകുമ്പോൾ ഹൃദയനുണ്ടായിരുന്നു കൂടെ. കൊളോത്തല സ്ട്രീറ്റിലുള്ള അദ്ദേഹത്തിൻ്റെ കേശവചന്ദ്രസേൻ്റെ വീട്ടിലേക്കാണ് പോയത്. കേശവൻ ഒരിക്കലും മറ്റൊരാളെ കേശവചന്ദ്രസേനെ കാണുമ്പോൾ അല്ലെങ്കിൽ കണ്ട് പരിചയപ്പെടുന്ന സന്ദർഭത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ നോട്ട് ചെയ്ത ചില കാര്യങ്ങളാണ്. ഭഗവാൻ തന്നെയാണ് ഇത് പറയുന്നത്. ഈ ഭഗവാന്റെ ഭാഗം പറയുന്നതെല്ലാം ഭഗവാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കേശവചന്ദ്രസേൻ അന്നത്തെ കാലത്ത് ഒരിക്കലും മറ്റൊരാളെ തൊഴുകയോ അഭിവാദ്യം ചെയ്യുകയോ ഇല്ല. അതാണ് കേശവചന്ദ്രസേൻ്റെ പ്രത്യേകത. മറ്റൊരാളെ തൊഴില്ല, അഭിവാദ്യം ചെയ്യില്ല, ഒരു തരത്തിലുള്ള ബഹുമാന സൂചകമായ കാര്യങ്ങൾ ചെയ്യുക കൂടിയില്ല. അതായിരുന്നു കേശവചന്ദ്രസേൻ്റെ പ്രത്യേകത. കേശവചന്ദ്രസേൻ്റെ പ്രത്യേകതയല്ല, അത് ബ്രഹ്മസമാജ നേതാക്കളുടെ മുഴുവൻ പ്രത്യേകത അതായിരുന്നു. അവർക്ക് ഗുരു എന്നുള്ള സങ്കല്പമൊന്നുമില്ലായിരുന്നു. നേതൃത്വത്തിൻ്റെ ഒരു ശക്തി ഉണ്ടായിരുന്നു. ആ നേതൃത്വത്തിൻ്റെ ശക്തിയിൽ അവർ തികച്ചും അവരെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹാരാധനയൊക്കെ ഒഴിവാക്കിയ ആളുകളാണ്. അതിലൊന്നും വിശ്വാസമില്ലാത്തവരാണ്. അപ്പോൾ ആ സ്ഥലത്തിൽ മാത്രമല്ല, ബ്രഹ്മസമാജത്തിൻ്റെ മറ്റൊരു പ്രശ്നം, അവർ വൈദേശിക സ്വാധീനമുള്ളവരാണ്. ബൈബിൾ അന്ന് ബ്രിട്ടീഷ് ഇന്ത്യ ആയതുകൊണ്ട് കൂടുതലും ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആധ്യാത്മിക പ്രവർത്തനങ്ങളാണ് നടന്നതെന്ന് 18 മുതൽ നമ്മൾ കണ്ടതാണ്. നമ്മൾ ആ 1800 ആ കാലഘട്ടം, 1800 എന്നുള്ള ഈ 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതലുള്ള ആ ഭാഗത്ത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അത്തരത്തിലുള്ളൊരു സ്വാധീനമായിരുന്നു ആധ്യാത്മിക മേഖലയിൽ ഉണ്ടായിരുന്നത്. കാര്യം അത് അന്നത്തെ ഭരണകർത്താക്കൾ ബ്രിട്ടീഷുകാരായതുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ബ്രഹ്മസമാജവും പ്രവർത്തിച്ചിരുന്നത്. കാര്യം അവരുടെ വേഷഭൂഷാദികളും ആരാധനാക്രമങ്ങളെല്ലാം തന്നെ പള്ളിയിൽ എങ്ങനെയായിരുന്നോ ആരാധനാക്രമം അതുപോലെ തന്നെയായിരുന്നു. ചർച്ചിൽ നടക്കുന്ന സർവീസ് പോലെ തന്നെയായിരുന്നു ഈ ബ്രഹ്മസമാജത്തിൽ നടക്കുന്ന ഈ ആരാധനാക്രമങ്ങളും. അപ്പോൾ ആ തരത്തിൽ ഇവർ ഒരു വൈദേശിക സ്വാധീനമുണ്ടായിരുന്ന ആളുകളായിരുന്നു. അപ്പോൾ അവരെയാണ് പോയി കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രത്യേകത ഭഗവാൻ പറഞ്ഞത്, കേശവചന്ദ്രസേനോ അനുയായികളോ തന്നെ മറ്റൊരു ആളുകളെ കാണുമ്പോൾ ബഹുമാന സൂചകമായി ഒന്നും ചെയ്യില്ല. കാലിൽ കാൽ കയറ്റി വച്ചാണ് ഇരിക്കുക. അതാണ് അവരുടെ ഇരിപ്പിൻ്റെ പ്രത്യേകത പോലും അങ്ങനെയാണ്. കാലിന്മേൽ കാല് കയറ്റി വെച്ചേ ഇരിക്കുകയുള്ളൂ. എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവൻ പറയും, ഒരു സന്യാസിയുടെയോ അല്ലെങ്കിൽ ബഹുമാനിക്കേണ്ട ആളിൻ്റെയോ, അതാരാവട്ടെ, നമ്മൾ ബഹുമാനിക്കണം എന്ന് നമുക്ക് ബഹുമാനിക്കപ്പെടേണ്ട ഒരാൾ നമ്മുടെ മുന്നിലെത്തിയാൽ ഇങ്ങനെ കാലിന്മേൽ കാല് കയറ്റി വെച്ച് ഇരിക്കരുത്. ഇത് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നുണ്ട്. അപ്പോൾ അത് ശ്രീരാമകൃഷ്ണദേവൻ അഭിപ്രായം, അല്ലാതെ കേശവചന്ദ്രസേനോട് പറഞ്ഞതോ അല്ലെങ്കിൽ ബ്രഹ്മസമാജം നേതാക്കളോടോ അല്ല പറയുന്നത്. പൊതുവായിട്ട് ഇങ്ങനൊരു അവസ്ഥയായിരുന്നു താൻ 1875 കൽക്കട്ടയുടെ സാംസ്കാരിക അല്ലെങ്കിൽ സാമൂഹിക പശ്ചാത്തലത്തിലേക്ക് ചുവട് വെക്കുമ്പോൾ, ആദ്യമായിട്ട് ചൊല്ലുമ്പോൾ അവിടുത്തെ അനുഭവം ഇതായിരുന്നു. ബഹുമാനിക്കാൻ യാതൊരു തരത്തിൽ ഇത്തരങ്ങൾ ബഹുമാനിക്കേണ്ട ശീലങ്ങളൊന്നും ഇല്ലാത്തൊരു നേതൃത്വ നിരയും സാമൂഹിക പശ്ചാത്തലവും സാംസ്കാരിക സംഘടനകളും ഒക്കെയാണവർ. അപ്പോൾ അവർ അങ്ങനെയല്ല വേണ്ടത്. സന്യാസിമാരെ കണ്ടാലോ ബഹുമാനിക്കപ്പെടേണ്ട ആരെ തന്നെ കണ്ടാലും അവരെ വേണ്ട രീതിയിൽ ബഹുമാനിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഭാരതീയ സംസ്കാരം. അപ്പോൾ ആ ഭാരതീയ സംസ്കാരം പോലും ഇല്ലാത്തവരായിരുന്നു ഇവർ. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് ഭഗവാന് തൻ്റെ അവതാരോദ്ദേശം പൂർത്തീകരിക്കേണ്ടതെന്ന് ഓർക്കുക.
ഈ ബ്രഹ്മസമാജക്കാർ വരുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അവരെ കണ്ട് താണ് തൊഴും. അപ്പോൾ ഭഗവാൻ ഒരിക്കലും അവരെ ഇത് പഠിപ്പിച്ചത് അവരെ ഉപദേശിക്കാൻ പോയിട്ടൊന്നുമില്ല, മറിച്ച് എങ്ങനെയാണ് ഉപചാരം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താൻ ബ്രഹ്മസമാജംകാരെ കാണുമ്പോഴെല്ലാം ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ അവരെ കണ്ടാലുടൻ തന്നെ താണു തൊഴും. പിന്നെ ഇത് കണ്ട് പിന്നെ അവരും പ്രത്യവിഭാഗമൊക്കെ തൊഴാനും അല്ലെങ്കിൽ പതുക്കെ ആ ഒരു ഉപചാരം കാണിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവരെ മാറ്റിയെടുത്തത്. അതേസമയം 1880 ഈ 75-ലാണ് കേശവചന്ദ്രസേനുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. 1880 ആയപ്പോഴേക്കും യങ് ബംഗാൾ, നേരത്തെ നമ്മൾ കഴിഞ്ഞ തവണ അത് പറഞ്ഞതാണ്, യങ് ബംഗാൾ എന്നുള്ള നിലയിൽ ഒരു വലിയ സമൂഹം രൂപപ്പെട്ടിരുന്നു. അവിടെ ഒരു സാമൂഹിക സംഘടന പോലെ യുവാക്കൾ ഉൾപ്പെടെയുള്ള അന്നത്തെ ബംഗാളിൻ്റെ പശ്ചാത്തലത്തിലുള്ള അന്നത്തെ ചെറുപ്പക്കാരെല്ലാം അടങ്ങുന്ന വലിയൊരു സംഘടന. ഈ ബ്രഹ്മസമാജം പോലെ തന്നെ അവരും യങ് ബംഗാൾ എന്നുള്ള നിലയിൽ അവർ ഒരു ഇത് യഥാർത്ഥത്തിൽ ഈ യങ് ബംഗാൾ രൂപീകരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്. ആ ബ്രിട്ടീഷുകാർ തന്നെയാണ് ഇതിൻ്റെയും പിന്നിലുള്ളത്. ഈ യങ് ബംഗാൾ എന്നുള്ള സംഘടനയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതും ബ്രിട്ടീഷുകാർ തന്നെയാണ്. ആ കോളേജൊക്കെ സ്ഥാപിച്ചത് അവരാണ്. പ്രസിഡൻസി കോളേജ്, ഇന്നത്തെ പ്രസിഡൻസി കോളേജ്, അന്ന് ഹിന്ദു കോളേജ് എന്ന് തന്നെ പേരിട്ടത്. നമ്മൾ കഴിഞ്ഞ തവണ അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അപ്പോൾ അവരാണ് ഈ യങ് ബംഗാളിന് രൂപം കൊടുത്തത്. ആ യങ് ബംഗാളിൽ പെട്ടവരാണ് പിന്നീട് ശ്രീരാമകൃഷ്ണദേവനെ സന്ദർശിക്കാൻ തുടങ്ങിയത്. നോക്കൂ, അപ്പോൾ ആ 80 ആയപ്പോഴേക്ക് 75-ൽ കേശവചന്ദ്രസേനെ കാണുന്നു. കേശവചന്ദ്രസേന് ഭഗവാനെ മനസ്സിലാകുന്നു. തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് ആരാണെന്ന് അന്ന് മനസ്സിലാകുന്നു. കേശവചന്ദ്രസേനൻ മെല്ലെ ഭഗവാനുമായിട്ട് അടുക്കുന്നു. ഭഗവാനെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്നത്തെ പത്രങ്ങളിലൊക്കെ എഴുതുന്നു. പത്രങ്ങളിലൂടെ ഇതൊക്കെ വരുന്നു. ഇതെല്ലാം കൂടെ ആയപ്പോൾ യങ് ബംഗാൾ എന്നുള്ള രൂപത്തിൽ രൂപപ്പെട്ടിട്ടുള്ള, അന്ന് ബ്രിട്ടീഷുകാരുടെ സ്വാധീനത്താൽ രൂപപ്പെട്ട അന്നത്തെ ബംഗാളി യുവാക്കൾ അടങ്ങുന്ന ആ വലിയ സംഘത്തിൽപ്പെട്ട ആളുകൾ പതുക്കെ ശ്രീരാമകൃഷ്ണദേവനെ സന്ദർശിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ യുവാക്കളുടെ സംഘമായിരുന്നു അത്. ഈ യങ് ബംഗാൾ എന്ന് പറയുന്നത് പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയവരായിരുന്നു, ഭൗതികവാദികളായിരുന്നു അവർ. നരേന്ദ്രനൊക്കെ അതിൽ പെട്ടിരുന്നവരാണ്, ഭൗതികവാദികളായിരുന്നു. ചെറിയൊരു വിഭാഗം ക്രിസ്തുമതം സ്വീകരിച്ചവരുമായിരുന്നു. അതായത് ഇന്ത്യക്കാരായിരുന്നു, പക്ഷെ അതിൽ ഒരു ചെറിയ വിഭാഗം ക്രിസ്തുമതം സ്വീകരിച്ചവരായിരുന്നു. പിന്നെ ഹിന്ദുമതത്തോട് ആദരവില്ലായിരുന്നു ചിലർക്കെന്നാണ് പറയുന്നത്. അങ്ങനെയായിരുന്നു. ഈ യങ് ബംഗാളിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഈ യങ് ബംഗാൾ എങ്ങനെയുള്ളതായിരുന്നു എന്ന് വിവരിക്കുന്ന ഇതാണ്. പിന്നെ പറയുന്നത് ഹിന്ദുക്കളിൽ ശാക്തരും ശൈവരും വൈഷ്ണവരും തമ്മിൽ ഈ 3 വിഭാഗങ്ങളായിട്ടാണ് ആകപ്പാട ഹിന്ദുത്വം നിലനിന്നത്. അതായത് ഇത്തരം ആത്മീയവാദത്തിൽ പെടാത്ത ഭൗതികവാദികളായ കുറേ പേർ ഒരു ഭാഗത്ത്, കുറേ പേർ ക്രിസ്തുമതം സ്വീകരിച്ച് ഹിന്ദുമതത്തിൽ നിന്ന് പോയവരുണ്ട്. ശേഷിക്കുന്ന ഹിന്ദുമതത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എങ്ങനെയുള്ളവരാണ്? അത് തന്നെ 3 കഷ്ണമായിട്ടാണ് കിടക്കുന്നത്. ഈ ശേഷിക്കുന്ന ഹിന്ദുത്വത്തിൽ നിലനിന്നവർ പോലും 3 വിഭാഗങ്ങളായി, ശാക്തരും ശൈവരും വൈഷ്ണവരുമായിട്ട് വിഭജിച്ചാണ് അവർ നിന്നത്. ഇതായിരുന്നു ഭഗവാൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ഇന്ത്യൻ സമൂഹം എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് ഇവർ തമ്മിൽ, ഈ ശാക്തരും ശൈവരും വൈഷ്ണവരും തമ്മിൽ മേൽക്കോയ്മയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടവുമായിരുന്നു. അതാണ് അവിടുത്തെ പ്രധാന പ്രശ്നം. മതഗ്രന്ഥങ്ങളെ പഠിച്ചവർ വളരെ കുറവായിരുന്നു. അതാണ് അന്ന് ഈ മതഗ്രന്ഥങ്ങൾ പഠിത്തമൊന്നുമില്ല. പകരം എന്നിട്ട് പ്രസംഗങ്ങൾ ധാരാളം ഉണ്ടേനും. അപ്പം ഇവരിങ്ങനെ പ്രസംഗിച്ച് നടക്കും. പക്ഷെ ഇവരൊന്നും മതഗ്രന്ഥങ്ങൾ പഠിക്കുകയോ നമ്മുടെ പൗരാണികമായിട്ടുള്ള ഒരു തരത്തിലുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങളെ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇവർ മതത്തിൻ്റെ പേരിൽ പ്രസംഗിക്കുകയും കൂടെ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഭൗതികവാദികളായ യുവാക്കളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അവർക്ക് പറ്റാതെ പോയി.
ഇതാണ് യഥാർത്ഥ പ്രശ്നം. ഒരു നല്ല വിഭാഗം ഭൗതികവാദികളായി, മറ്റൊരു വിഭാഗം മതപരിവർത്തനം നടത്തിപ്പെട്ടു. ശേഷിക്കുന്ന ഈ വിഭാഗത്തിൽപ്പെട്ടവർ മതഗ്രന്ഥങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെക്കുറിച്ചോ വായിക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ല, പക്ഷെ പ്രസംഗിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്നത്തെ യുവ സമൂഹം ചില ചോദ്യങ്ങൾ ഉന്നയിക്കും. ഈ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഇവരെ കൊണ്ട് പറ്റാതായി. സ്വാഭാവികമായി അതായിരുന്നു അന്നുണ്ടായ ഏറ്റവും വലിയ ഒരു തകർച്ചയ്ക്ക് കാരണം. അതോടെ ഉത്തരം നൽകാൻ കഴിയാതെ വന്നപ്പോൾ എന്തു പറ്റി? ദൈവവിശ്വാസം ഇല്ല എന്നുള്ളത് പണ്ഡിതന്മാരുടെ ലക്ഷണം എന്തെന്ന് വെച്ചാൽ ദൈവവിശ്വാസം പാടില്ല, ദൈവവിശ്വാസം ഇല്ലാത്തവർ ആണ് പണ്ഡിതന്മാർ എന്നുള്ളൊരു നിലയിലേക്ക് ആ അന്നത്തെ പശ്ചാത്തലം മാറി. പാണ്ഡിത്യത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ദൈവനിഷേധം എന്നുള്ളതായി മാറി. അപ്പോൾ അത്ഭുതാനന്ദ സ്വാമികൾ അന്ന് ലാട്ടു മഹാരാജായിരുന്ന കാലഘട്ടം, ഭഗവാന്റെ കൂടെയൊക്കെ അന്ന് കൽക്കട്ടയിലൊക്കെ നടക്കുന്ന കാലത്ത്, പിന്നീട് അത്ഭുതാനന്ദ സ്വാമികൾ ഭഗവാന്റെയൊക്കെ ദേഹത്യാഗത്തിന് ശേഷം പിന്നീട് അത്ഭുതാനന്ദ സ്വാമികൾ അക്കാലത്തെക്കുറിച്ച് താൻ അന്ന് വളരെ യുവാവായിരുന്ന ആ കാലഘട്ടത്തിൽ, കൽക്കട്ടയിലെ ആ കാലഘട്ടത്തെക്കുറിച്ച് അത്ഭുതാനന്ദ സ്വാമികൾ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഭഗവാൻ ഈ പശ്ചാത്തലത്തിൽ എങ്ങനെയാണോ നേരത്തെ ഈ പറഞ്ഞ ഒരു പശ്ചാത്തലത്തിലേക്കാണ് ഭഗവാൻ പ്രവേശിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ എങ്ങനെയാണ് ഭഗവാൻ പ്രവേശിച്ചത് എന്ന് അത്ഭുതാനന്ദ സ്വാമികൾ ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട് ഭക്തന്മാർക്ക്. പിന്നീട് അതിങ്ങനെയായിരുന്നു: രാമനായി വന്നപ്പോൾ രാമൻ്റെ കയ്യിൽ വില്ലുണ്ടായിരുന്നു ആയുധമായിട്ട്. കൃഷ്ണൻ്റെ കയ്യിൽ എപ്പോഴും ഓടക്കുഴലുണ്ടായിരുന്നു. ഇപ്പം രാമൻ്റെ കയ്യിൽ വില്ലാണ്. അടുത്ത അവതാരമായപ്പോഴേക്കും ആയുധമല്ല ഉണ്ടായത്. അടുത്ത അവതാരത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഓടക്കുഴൽ, ഒരു വാദ്യോപകരണമാണ്, ഒരു സംഗീതവാദ്യോപകരണമാണ്. അപ്പോൾ അവതാരത്തിൻ്റെ കയ്യിൽ ഏന്തിയ ആ വസ്തുവിൻ്റെ ഒരു മാറ്റത്തെക്കുറിച്ചാണ് അത്ഭുതാനന്ദ സ്വാമികൾ പറഞ്ഞത്. ഇപ്പം വില്ലിൽ നിന്നത് മെല്ലെ 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 അടുത്ത അവതാരമായിപ്പം കൃഷ്ണാവതാരത്തിലേക്ക് എത്തിയപ്പോഴേക്കും അത് ഓടക്കുഴലായി മാറി. അത് ശ്രീരാമകൃഷ്ണനായി വന്നപ്പോൾ, രാമനും കൃഷ്ണനും കൂടെ സമന്വയിച്ച് ശ്രീരാമകൃഷ്ണനായി വന്നപ്പോൾ ആ കൈകളിൽ വില്ലോ ഓടക്കുഴലോ ആയിരുന്നില്ല. ആ കൈകൾ രണ്ടും കൂപ്പി വന്ദനം എന്നുള്ള ഒരു ചിഹ്നമാണ് സമൂഹത്തിന് മുന്നിൽ കാണിച്ചത്. കൂപ്പുകയായിരുന്നു, വന്ദനം, തൊഴുകയായിരുന്നു. ഇപ്പം രാമൻ വില്ലാണ് ഏന്തിയതെങ്കിൽ, കൃഷ്ണൻ ഓടക്കുഴലാണ് ഏന്തിയതെങ്കിൽ, ശ്രീരാമകൃഷ്ണൻ വന്ദനം എന്നുള്ള നിലയിൽ കൂപ്പുകയുമായാണ്. അതായിരുന്നു ഭഗവാൻ. രാമകൃഷ്ണ അവതാരത്തിൻ്റെ പ്രത്യേകത കൂപ്പുകയായിരുന്നു, വന്ദനം എന്നുള്ള ആ ഒരു എങ്ങനെയാണ് നമ്മൾ വന്ദിക്കേണ്ടത് എന്നുള്ളതായിരുന്നു പ്രധാനമായ ദൗത്യം. നേരിൽ കാണുമ്പോൾ നമസ്കരിക്കാൻ അല്ലെങ്കിൽ തൊഴാൻ മടിക്കുന്നവരെ ശ്രീരാമകൃഷ്ണദേവൻ അപ്രകാരമാണ് തോൽപ്പിച്ചത്. അങ്ങനെയാണ് ശ്രീരാമകൃഷ്ണദേവൻ ഓരോരുത്തരെ മാറ്റിയെടുത്തത്. അതായത് അവരുടെ ആ ഒരു അഹംബോധത്തെ മാറ്റുകയായിരുന്നു അത്. അക്കാലത്ത് ബഹുമാനിക്കപ്പെട്ട അടയാളങ്ങളെ ശ്രീരാമകൃഷ്ണദേവൻ എങ്ങനെയാണ് തൻ്റേതായ രീതിയിൽ നേരിട്ടത്. അതായത് അക്കാലത്ത് ബഹുമാനിക്കപ്പെടുന്ന അടയാളങ്ങൾ ഈ വന്ദനമായിരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ കാലിന്മേൽ കാലും കയറ്റിയിരുന്ന് ഒരു വലിയ പ്രൗഢിയോടുകൂടി സമൂഹത്തെ അഭിമുഖീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ ഉണ്ടായിരുന്ന സമൂഹ നേതൃത്വത്തെ തൊഴുകൈകളോടെ, വിനയത്തിൻ്റെ ഭാഷയിൽ തൊഴുകൈകളോടെ ഭഗവാൻ അതിനെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അത്ഭുതാനന്ദ സ്വാമികൾ ഈ കാര്യം തന്നെയാണ് വിവരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവൻ മറ്റു ചില കാര്യങ്ങൾ കൂടെ സമൂഹത്തോട് പറഞ്ഞു. അതിൽ പ്രധാനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു ഉദാഹരണം, ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ അത്ഭുതത്തോടെ കാണുന്ന ഒരു സമൂഹമായിരുന്നു ഇന്ത്യയിലുള്ളത്. അതായിരുന്നല്ലോ പ്രധാനം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെയും ബ്രിട്ടീഷുകാരെയും അവരെ ഒരു യജമാന രൂപത്തിൽ ഭയഭക്തിയോടെ
അവരുടെ ഓരോ കാര്യങ്ങളെയും ഒരു ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് അപ്രാപ്യമായ എന്തോ വലിയൊരു കാര്യമാണ് അവർ ചെയ്യുന്നത് എന്നുള്ള, അല്ലെങ്കിൽ അത്രയും ശക്തരാണ് അവർ എന്നുള്ളൊരു മനോഭാവത്തിൽ ഒരു വിധേയത്വത്തോടു കൂടി നിന്ന ഒരു ജനസമൂഹമാണ് എന്ന് ഭഗവാന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഒരു വിധേയത്വമുള്ളവരോട് വിനയത്തിൻ്റെ ഭാഷ കൂടെയാണ് പറയുന്നത്. അവിടെയാണ് ആ വിനയത്തിൻ്റെ ഭാഷ. അപ്പോൾ ആലോചിച്ചു, സ്വതവേ അവർ വിധേയത്വമുള്ളവരാണ്, അവരെ വിനയത്തിൻ്റെ ഭാഷ പഠിപ്പിക്കുകയാണ്. വിനയത്തിൻ്റെ ഭാഷയിലൂടെ ഈ വിധേയത്വത്തെ മാറ്റിയെടുക്കുകയാണ്. വിധേയത്വം ഈ വിനയത്തിൻ്റെ ഭാഷയിലൂടെ മാറ്റിയെടുക്കാനാണ് ഭഗവാൻ ശ്രമിച്ചത്. അതിന് ഭഗവാൻ ചില ഉദാഹരണങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ മനോഭാവത്തെ മാറ്റാനായിട്ട്. അപ്പം അന്നത്തുള്ളവർ ഭഗവാനോട് പറയുന്നത്, അത്ഭുതത്തോടെ പറയുന്ന ചില കാര്യങ്ങളിലൊന്ന്, ഈ അവിടുത്തെ വൈസ്രായിയുടെ കൊട്ടാരം കാണിച്ചിട്ട് ലോകാത്ഭുതങ്ങളിലൊന്നാണ് എന്ന് പറയുന്ന തരത്തിലൊക്കെ വിശേഷിപ്പിക്കും. ഭഗവാൻ കൽക്കട്ടയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ അത് നമ്മൾ വചനാമൃതത്തിൽ ഒന്ന് രണ്ടിടത്ത് കാണുന്നുണ്ട്. ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് ഇതിൻ്റെതാണെന്ന് ഭഗവാനോട് പറയും. ഭഗവാൻ നിസ്സംഗതയോടെ ശ്രദ്ധിക്കാതെ സഞ്ചരിക്കുന്ന ഒരു പല ഭാഗങ്ങളും വചനാമൃതത്തിൽ മാഷ്ട്രമഹാശയൻ വിവരിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ വൈസ്രായിയുടെ കൊട്ടാരം കണ്ടിട്ട് അതാണ് ഏറ്റവും വലിയ അത്ഭുതകരമായ വസ്തു എന്ന് അന്ന് ഭഗവാന്റെ അടുത്ത് വരുന്നവരൊക്കെ പറയും. അത്ഭുതം നഗരവിശേഷങ്ങൾ പറയുന്നതാണ്. അപ്പോൾ അവരോട് ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചത്, അത് കളിമണ്ണിൽ നിർമ്മിച്ചതല്ലേ? എന്നിട്ട് പറയും, ഈശ്വരൻ്റെ സൃഷ്ടി മാത്രമാണ് അത്ഭുതകരമായിട്ടുള്ളത്, അല്ലാതെ നിങ്ങൾ ഈ കാണുന്ന കൊട്ടാരങ്ങളോ ഈ വലിയ ഗോപുരങ്ങളോ ഒന്നും അത്ഭുതകരമായതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതെല്ലാം വെറും കളിമണ്ണിൽ നിർമ്മിച്ചതാണ്. അത്ഭുതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, അത് ഈശ്വരൻ്റെ സൃഷ്ടി മാത്രമാണ് എന്ന് ഭഗവാൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. നമുക്ക് എത്ര ഉദാഹരണ സഹിതമാണ്, എത്ര ലളിതമായിട്ടാണ്, അതും ഹൃദയത്തിൽ കൊള്ളുന്ന തരത്തിലാണ് ഭഗവാൻ അവരുടെ ആ മനോഭാവത്തെ മാറ്റിയെടുക്കാനായിട്ട് ഭഗവാൻ സ്വീകരിച്ച ഒരു മാർഗം. ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായത് ഇങ്ങനെയാണ്. കൽക്കട്ടയിലെ അത് നോക്കൂ, ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ വലിപ്പത്തെയും അവരുടെ പ്രൗഢിയെയും ആരാധനയോടെ കാണുന്ന ഒരു സമൂഹത്തിലേക്കാണ് ഭഗവാൻ പ്രവേശിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഭഗവാന്റെ ആ പ്രഭ, അല്ലെങ്കിൽ ആ ഭഗവത് സ്വരൂപത്തിൻ്റെ ആ ഒരു ശക്തി പ്രകടമാക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അത് കൽക്കട്ടയിലെ ഫോർട്ട് വില്യം, ബ്രിട്ടീഷുകാരുടെ ആസ്ഥാനമാണത്. ബ്രിട്ടീഷുകാരുടെ ആസ്ഥാനമായ ഫോർട്ട് വില്യം, ആ ഫോർട്ട് വില്യത്തിൻ്റെ മുന്നിലൂടെ ഒരിക്കൽ ശ്രീരാമകൃഷ്ണദേവൻ കുതിരവണ്ടിയിൽ പോവുകയായിരുന്നു. കുതിരവണ്ടിയിൽ പോയ അവസരത്തിൽ അന്ന് സിഖ് റെജിമെൻറ്റിലുള്ളവർ അവിടെ മാർച്ച് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ശിപ്പായി ലഹളയുടെയൊക്കെ ഒരു കാലഘട്ടം 55 നടന്ന ഒരു ചരിത്രം, അത് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്. അപ്പോൾ ഇന്ത്യക്കാർ പല രൂപത്തിൽ ഈ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അതിൽ സിഖ് റെജിമെൻറ്റ്, നമ്മുടെ പിന്നീട് ഭാരതം സ്വതന്ത്രമായി നമ്മുടെ ഭരണഘടന വന്നപ്പോഴും അവിടെയും സിഖ് റെജിമെൻ്റ് ഉണ്ടായിരുന്നു. ഈ സിഖ് റെജിമെൻ്റ് അന്നേ രൂപീകരിക്കപ്പെട്ടതാണ്. അപ്പോൾ ഈ സിഖ് റെജിമെൻറ്റിലുള്ളവർ ഈ ഫോർട്ട് വില്യം എന്ന് പറയുന്ന ബ്രിട്ടീഷ് ആസ്ഥാനത്ത്, ആ മൈതാനത്ത് സിഖ് റെജിമെൻറ്റിൽപ്പെട്ട പട്ടാളക്കാർ മാർച്ച് ചെയ്യുകയായിരുന്നു, ശിപ്പായികൾ മാർച്ച് ചെയ്യുകയായിരുന്നു. അപ്പോൾ അവർ തോക്ക് പിടിച്ചാട്ടാണ് ഇങ്ങനെ മാർച്ച് ചെയ്യുന്നത്. പെട്ടെന്നാണ് ഭഗവാന്റെ വാഹനം ഈ മുന്നിലൂടെ കടന്നു വന്നത്. ഉടനെ തന്നെ ഈ സിഖ് റെജിമെൻറ്റിൽപ്പെട്ട ആളുകളെല്ലാം, ഭടന്മാരെല്ലാം അവർ തോക്ക് താഴെ വെച്ച് ഗുരുദേവൻ ജയിക്കട്ടെ എന്ന് പ്രത്യഭിവാദ്യം ചെയ്തു. നമുക്ക് പട്ടാളക്കാരാണ് ഇത് ചെയ്യുന്നതെന്ന് ഓർക്കണം. അങ്ങനെ ചെയ്യാൻ അനുവാദമില്ല പട്ടാളക്കാർക്ക്. അപ്പോൾ അവരാണ് ഈ തോക്ക് താഴെ വെച്ചിട്ട് ഗുരുദേവൻ ജയിക്കട്ടെ എന്ന് പ്രത്യഭിവാദ്യം ചെയ്തു. ബ്രിട്ടീഷ് കമാൻഡർ ഇത് കണ്ട് അത്ഭുതപ്പെടുകയല്ല, അദ്ദേഹം ആശയക്കുഴപ്പത്തിലായി. കാര്യം എന്താണ് ഈ കാണിക്കുന്നത്? നേരത്തെ ലഹളയൊക്കെ നടന്നതിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ നമ്മൾ അതുകൂടെ വെച്ചിട്ട് വേണം ഈ ഇന്നത്തെ പിന്നീട് വരുന്ന ഒരു കമാൻഡറെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് കമാൻഡറെ സംബന്ധിച്ചിടത്തോളം പഴയ വിപ്ലവത്തിൻ്റെ കുറേ കഥകളൊക്കെ അറിഞ്ഞു വെച്ചു വരുന്നവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ അയാൾ പെട്ടെന്ന് വല്ലാതെ ആശയക്കുഴപ്പത്തിലായി. കാര്യം ഇവർ വീണ്ടും ഒരു വിഭാഗീയതയിലേക്ക് പോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഭവിഷ്യത്തിനെ ആലോചിച്ചിട്ടാണ്
ബ്രിട്ടീഷ് അന്നത്തെ കമാൻഡർ ആശയക്കുഴപ്പത്തിലായി. അപ്പോൾ ഈ സേനാംഗങ്ങൾ ഇയാൾക്ക് ആശയക്കുഴപ്പം ഉണ്ടായി എന്ന് അറിഞ്ഞിട്ട് ഈ സേനാംഗങ്ങൾ പറഞ്ഞു, ഇത് വിപ്ലവം ഉണ്ടാക്കാനൊന്നുമല്ല, ഞങ്ങൾ ഗുരുക്കന്മാരെ കാണുമ്പോൾ വണങ്ങുന്ന ഒരു രീതി ഇതാണ് എന്ന് മാത്രം പറഞ്ഞു. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ആ കമാൻഡർക്ക്. നോക്ക്, നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഭഗവാൻ പ്രവേശിക്കുന്ന ഒരു സന്ദർഭം, ആ സന്ദർഭത്തിൽ നിന്നാണ് ആ കൽക്കട്ടയുടെ ഒരു പശ്ചാത്തലത്തിൽ, സാമൂഹിക പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. യങ് ബംഗാൾ വരുന്നു, ബ്രഹ്മസമാജത്തിൻ്റെ മുതിർന്ന ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു, അവരെല്ലാം ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെയാണ് ഈ പറഞ്ഞ അന്നത്തെ ഭരണകർത്താക്കളുടെ കീഴിലുള്ള ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പട്ടാളക്കാർ, അവർ പോലും ഭഗവാനെ മുന്നിൽ കണ്ടാൽ ആയുധം താഴെ വെച്ച് നമസ്കരിക്കുന്നു. അപ്പോൾ എത്രമാത്രമാണ് ആ മാറ്റം, കൽക്കട്ടയിൽ ആ മാറ്റം ഉണ്ടായത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ ഭാഗം വിവരിച്ചത്. പിന്നീട് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത്, ബ്രിട്ടീഷ് സ്വാധീനം ഉണ്ടായിരുന്ന കൽക്കത്തക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരുക്കന്മാരെ വണങ്ങുക എന്ന ശീലമില്ലായിരുന്നു. അതായിരുന്നു അന്നത്തെ കൽക്കട്ടക്കാരുടെ ഒരു പ്രസ്ഥാനം. അവർക്ക് ഗുരുക്കന്മാരെ വണങ്ങുന്ന ശീലമില്ല. എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഡെപ്യൂട്ടി മജിസ്ട്രേറ്റ് ആയിരുന്ന ആധാർ ലാൽസൻ എൻ്റെ മുറിയുടെ വരാന്തയിൽ തറയിൽ കിടന്നാണ് ഉറങ്ങുന്നത്. ഭഗവാൻ ഇത് പിന്നീട് മറ്റുള്ളവരോട് പറയുന്നതാണ്. നോക്കൂ, ബ്രിട്ടീഷുകാരെ അവരുടെ സംവിധാനത്തിൽ അവരൊരിക്കലും മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ഒരു രീതിയില്ല. ഗുരുക്കന്മാരെ, മറ്റുള്ളവരല്ല, ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്ന രീതിയൊന്നും അവർക്കില്ല. അതേ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ആ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഡെപ്യൂട്ടി മജിസ്ട്രേറ്റ് ആയിരുന്ന ആധാർ ലാൽസൻ എൻ്റെ മുറിയുടെ വരാന്തയിൽ തറയിൽ കിടന്നുറങ്ങും. നമ്മൾ ആധാർ ലാൽസൻ്റെ കഥ വായിച്ചപ്പോൾ അത് അറിഞ്ഞതാണ്. ഞാൻ ഒരാളെ തൊടുന്നത് എന്തുകൊണ്ടെന്നാൽ ആ സ്പർശന ശക്തിയിൽ അയാളിലെ അഹന്ത മുഴുവൻ ചോർന്നു പോകും. ഒരാളെ തൊടുന്നു ഉണ്ടെങ്കിൽ, ഭഗവാൻ തന്നെ പറഞ്ഞു, ഞാൻ ഒരാളെ തൊടുന്നു എന്നുണ്ടെങ്കിൽ ആ തൊടുന്ന ആളുടെ ആ സ്പർശന ശക്തി, എൻ്റെ സ്പർശന ശക്തിയിൽ ആ തൊടുന്ന ആളിൻ്റെ അഹന്ത മുഴുവനും ചോർന്നു പോകും. ദക്ഷിണേശ്വരത്ത് വന്ന ഓരോ ആളുകളെയും നിരീക്ഷിക്കുകയാണ്. അവരെങ്ങനെയായി, നമ്മൾ ഈ വന്ന ഓരോരുത്തരുടെ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ഈ കഥ തുടർന്ന് വരുന്നതാണ്. ഈ തുടർന്ന് വരുന്ന കഥയിൽ ദക്ഷിണേശ്വരത്ത് വരുന്ന ഓരോരുത്തരും എങ്ങനെയാണ്, ഇത് ഒരു ചുരുക്കത്തിൽ കൽക്കട്ടയുടെ ഒരു പശ്ചാത്തലം പറഞ്ഞു എന്ന് മാത്രം. ആ പശ്ചാത്തലത്തിലുണ്ടായ മാറ്റം എന്താണെന്ന് ചുരുങ്ങിയ വാക്കിൽ പറയുകയാണ് ഞാൻ. അങ്ങനെയുള്ള മാറ്റത്തിനെ ഒന്ന് വിപുലീകരിച്ച് നമ്മൾ കാണണമെങ്കിൽ കഴിഞ്ഞ ഇത്രയും കാലം നമ്മൾ കണ്ട പല വ്യക്തിത്വങ്ങളെ, കൽക്കട്ടയിലെ പല വ്യക്തിത്വങ്ങളെ നമ്മൾ കണ്ടപ്പോഴും അവരിലൊക്കെ ഉണ്ടായ ആ മാറ്റം എങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ തന്നെ വായിച്ചറിഞ്ഞതാണ്. അപ്പോൾ ഇതെല്ലാം ഞൊടിയിടയിലാണ് സംഭവിക്കുന്നത്. അല്ല, ഇതൊരു ദീർഘകാല പദ്ധതിയൊന്നും ആയിരുന്നില്ല. ആകെക്കൂടെ 75 ഇത് ഭഗവാൻ പുറത്തേക്ക് വരുന്നത്. 1875 പുറത്തേക്ക് കാലെടുത്ത് വെക്കുന്നത്. അതിനുശേഷം പിന്നീട് വെറും 10 വർഷം പൂർണ്ണമായിട്ടും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാര്യം 84 ആയപ്പോഴേക്കൊക്കെ, 84 കഴിഞ്ഞപ്പോഴേക്കും 85 ആയപ്പോഴേക്കും ഭഗവാൻ രോഗഗ്രസ്തമായ അവസ്ഥയിൽ പൂർണ്ണമായും ശയ്യാവലംബമായി. അപ്പോൾ അത് ഒരു 75 എടുത്താൽ 84 മുൻപ് വരെയുള്ള സമയം, അപ്പോൾ 10 വർഷം പോലും ഇല്ല. ഒരു 9 വർഷത്തിൻ്റെ ഇടയ്ക്ക് 8 വർഷം, പൂർണ്ണമായി പറഞ്ഞാൽ 8 വർഷം. 8 വർഷം കൊണ്ടാണ് ഈ കൽക്കട്ടയുടെ പശ്ചാത്തലം മാറ്റിമറിച്ചു കഴിഞ്ഞു. എടുത്തടിച്ച പോലെ മാറിപ്പോയി, കലക്കി മറിക്കുകയായിരുന്നു വെറും 8 വർഷം കൊണ്ട്. 8 വർഷത്തിന് മുമ്പ് 75 മുമ്പുള്ള ഭഗവാന്റെ അവസ്ഥയും അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു വളരെ ശാന്തമായൊരവസ്ഥയായിരുന്നു. പക്ഷെ 8 വർഷത്തിന് ആ 8 വർഷം 86 മുൻപ് വരുന്ന ആ 8 വർഷം, അത് ഇങ്ങനെയുള്ളൊരു കൽക്കട്ടയാണ് മാറ്റിയെന്ന് നമ്മൾ ഓർക്കണം. എങ്കിലേ നമുക്ക് അതിൻ്റെ ആ ഒരു വലുപ്പം മനസ്സിലാവും. 18 മുതൽ
1800 മുതൽ വളർന്നു വന്ന ആ കൽക്കട്ടയുടെ പശ്ചാത്തലത്തെ മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഏതാണ്ട് ആ 75 വർഷം വരെയുള്ള കൽക്കട്ടയെ നമ്മൾ കണ്ടു. ഒരു ചുരുങ്ങിയ വാക്കുകളിൽ കണ്ടതാണ്. ആ കൽക്കട്ട എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇതുവരെ പറഞ്ഞത്. ആ കൽക്കട്ടയാണ് 75 ശേഷം 84 മുമ്പായി മാറ്റിമറിച്ചത്. വെറും 8-9 വർഷം കൊണ്ട്. ഇവിടെ നിന്നൊരു റോഡ് പണിയാൻ 30 വർഷം എടുക്കും. ഒരു പാലം പണിയാൻ അത്ര 10-30 വർഷം എടുക്കും. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. അവിടെയാണ് ഒരു സമൂഹത്തെ തന്നെ ഒറ്റയടിക്ക് മാറ്റിയത്. അപ്പം എത്ര പെട്ടെന്നാണ് ഒരു ഞൊടിയിട എന്നൊക്കെ പറയുന്നത് ശരിയാണ്. ഒരു ഞൊടിയിട കൊണ്ടാണ് മാറിപ്പോയത്. 8 വർഷം കൊണ്ടൊക്കെ ഒരു സമൂഹത്തെ മാറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീരാമകൃഷ്ണൻ പറയും, ഞാൻ കൽക്കട്ടയിൽ കണ്ട ഒരു സവിശേഷത, ഭഗവാൻ പറഞ്ഞത്, ഞാൻ ഈ കൽക്കട്ടയിൽ പ്രധാനമായും ശ്രദ്ധിച്ച ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, എല്ലാവരും ഭക്ഷണത്തിന് പിന്നാലെ പായുന്നവരായിരുന്നു. എല്ലാവരും ഭക്ഷണത്തിന് പിന്നാലെയാണ് പായുന്നത്. അങ്ങനെയുള്ളവരെ ഈശ്വരോന്മുഖമായി തിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ സംഭവിച്ചത്. എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി ഓടുക. ഭക്ഷണത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ സ്വന്തം വയറ് നിറയ്ക്കാനുള്ള പദ്ധതികൾ മാത്രം. ഇപ്പോൾ സ്വന്തം വയറ് നിറയ്ക്കാനുള്ളൊരു പദ്ധതി എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിലിരുന്ന് വേണം വയറ് നിറയ്ക്കാൻ. അതാ ഇന്ത്യക്കാരൻ്റെ ഒരു ഗതികേട് അവിടെ. അങ്ങനെ വേണം നമ്മളതിനെ കാണാൻ. അങ്ങനെയുള്ളൊരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം യഥാർത്ഥത്തിൽ അന്നത്തെ ജനത അഷ്ടിക്ക് വഴി കണ്ടെത്തിയത്. അതാണ് നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞത്, അഷ്ടിക്ക് വഴി കണ്ടെത്തിയത്. അങ്ങനെ അഷ്ടിക്ക് വഴി കണ്ടെത്താനായിട്ട് പെടാപ്പാട് പെടുന്ന ഒരു ജനതയെ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെ ഈശ്വരോന്മുഖമായിട്ടാണ് തിരിക്കേണ്ടത്. നിസ്സാര കാര്യമല്ല അത്. ഈശ്വരോന്മുഖമായിട്ട് തിരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ പ്രയത്നം. അതാണ് പറയുന്നത്. ഞാൻ കൽക്കത്തയിൽ കണ്ട ഒരു സവിശേഷത ഇതാണ് എന്ന് ഭഗവാൻ തന്നെയാണ് പറഞ്ഞത്. ശ്രീരാമകൃഷ്ണ കഥാമൃതം വായിക്കുന്നവർ ഈശ്വരന് അഭിമുഖമായിരിക്കുക എന്ന ലക്ഷ്യമാണ് വേണ്ടതെന്ന് മാസ്റ്റർ മഹാശയനും പിന്നീട് പറഞ്ഞു. മാസ്റ്റർ മഹാശയൻ ശ്രീരാമകൃഷ്ണ കഥാമൃതം ശ്രീരാമകൃഷ്ണ കഥാമൃതം എഴുതി പൂർത്തിയാക്കുമ്പോൾ ഇതേ സങ്കല്പത്തോടു കൂടിയാണ്. കാര്യം, ഇനി വരുന്ന ഒരു സമൂഹം ഈശ്വരോന്മുഖമായിരിക്കാൻ വേണ്ടിയാണ്. നോക്കൂ, കൽക്കട്ടയിൽ 84 വരെ ഏതാണ്ട് 1800 മുതൽ 84 വരെ ഒരു ജനവിഭാഗത്തെ ഈശ്വരോന്മുഖമായി തിരിക്കാൻ, പിന്നീട് അത് ഇന്ത്യയുടെ ഭാവി ഭാഗധേയം തന്നെ നിശ്ചയിക്കപ്പെടുന്ന തരത്തിൽ അങ്ങനെയുള്ള ഒരു വലിയ ഒരു ആധ്യാത്മിക വിസ്ഫോടനത്തിന് വെറും 8 വർഷം കൊണ്ട് ഭഗവാൻ സാധ്യമാക്കി. വെറും 8 വർഷം കൊണ്ട്. അതാണ് മാസ്റ്റർ മഹാശയൻ പറഞ്ഞത്. വെറും അതിൽ 4 വർഷം, മൊത്തം 8 വർഷമേ ഉപയോഗിച്ചുള്ളൂ. ആ അവതാര ഉദ്ദേശത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് 8 വർഷത്തെ പ്രയത്നം എടുക്കേണ്ടി വന്നുള്ളൂ. ആ 8 വർഷത്തെ ശ്രമത്തിൽ 4 വർഷമാണ് മാസ്റ്റർ മഹാശയൻ ഉപയോഗിച്ചത്. ആ 4 വർഷം മാസ്റ്റർ മഹാശയൻ അത് എഴുതി തയ്യാറാക്കിയതിൻ്റെ ഉദ്ദേശം ഈശ്വരോന്മുഖമായിരിക്കുക. ഈ പുസ്തകം വായിക്കുന്ന, ഈ കഥ വായിക്കുന്ന, നമ്മൾ വചനാമൃതത്തിൻ്റെ പശ്ചാത്തലമാണ് നമ്മൾ പരിശോധിക്കുന്നതെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ എന്തിനാണ് വചനാമൃതം വായിക്കുന്നത്? അത് ഈശ്വരോന്മുഖമായിരിക്കുക. 75 കൊല്ലക്കാലം ഇന്ത്യൻ ജനത ഇരുട്ടിൽ തപ്പുകയോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പോവുകയോ ചെയ്തപ്പോൾ വെറും 8 വർഷം കൊണ്ട് അവരെ ഈശ്വരോന്മുഖമാക്കുന്ന ഒരു പ്രവർത്തനം ഭഗവാൻ ആ അവതാര ലക്ഷ്യത്തിൽ കൊണ്ടുവന്നപ്പോൾ അത് പിന്നീടുള്ള ഇന്ത്യൻ സമൂഹത്തിന് മുഴുവൻ പ്രയോജനപ്പെടുന്ന തരത്തിൽ മാസ്റ്റർ മഹാശയൻ വെറും 4 വർഷത്തെ ആ ജീവിത പശ്ചാത്തലത്തെ നമുക്ക് നൽകിയത് നമ്മൾ ഈശ്വരോന്മുഖമായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് മാസ്റ്റർ മഹാശയൻ അതിനെ ഭഗവാൻ പറഞ്ഞതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാസ്റ്റർ മഹാശയൻ പിന്നീട് പറഞ്ഞു, നിങ്ങളുടെ പദവി, സ്വത്ത്, അതെന്തുമാവട്ടെ, നിങ്ങൾ ഈശ്വരോന്മുഖമായിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്നാണ് പ്രധാനം. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. നിങ്ങൾ എന്തോ ആയിക്കോ, നിങ്ങൾ ആര് തന്നെ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ ഈശ്വരോന്മുഖമായിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾ എന്താണ് ഈ ഭഗവാൻ ചോദിച്ച ഒരു ചോദ്യം, നിങ്ങൾ എന്തിനാണ് ഈ താഴെ നിലയിൽ പ്രവർത്തിക്കുന്നത്?
ഒരു ലോവർ പ്ലെയിനിൽ താഴത്തെ നിലയിൽ നിന്ന് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തിനാണ് അങ്ങനെ ഒരു മനോഭാവത്തിൽ സഞ്ചരിക്കുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു ഉന്നത നിലവാരത്തിൽ ചിന്തിക്കാൻ പറ്റാത്തത്? ഒരു ഹയർ ലെവലിലേക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല? ഇത് ഭഗവാൻ നമ്മളോട് ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു താഴ്ന്ന അവസ്ഥയിൽ നിങ്ങൾ എന്തിനാണ് ചിന്തിക്കുന്നത്? കുറെ കൂടെ ഉയർന്ന തലത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ചിന്തിക്കാൻ പറ്റാത്തത്? ദക്ഷിണേശ്വരത്തേക്ക് കൂടുതൽ ആളുകൾ കൂടുതൽ വന്നു തുടങ്ങിയപ്പോൾ, തൻ്റെ തുണ്ടയിൽ രോഗാവസ്ഥ ഉണ്ടായപ്പോൾ ദക്ഷിണേശ്വരത്തേക്ക് കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങി. അങ്ങനെ തൻ്റെ ആ രോഗാവസ്ഥ കൂടുന്ന ഒരവസ്ഥ ഉണ്ടായല്ലോ. ആ രോഗാവസ്ഥ കൂടുന്ന ദക്ഷിണേശ്വരത്ത് വെച്ച് തനിക്ക് തൻ്റെ കണ്ഠ രോഗം ബാധിച്ചു തുടങ്ങി എന്ന് ഭഗവാന് തോന്നിത്തുടങ്ങിയപ്പോൾ ഭഗവാൻ ഒരിക്കൽ കാളിമാതാവിനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: എന്തിനാണ് ഇങ്ങനെ ആളുകളെ ഇവിടേക്ക് കടത്തിവിടുന്നത്? എന്തിനാണ് ഇവരെ ഇത്രയും പേരെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വിടുന്നത്? ഈ ശരീരം ഒരു തുള വീണ ചെണ്ടയാണ്. എത്ര കാലം ഇതിന് ശബ്ദമുണ്ടാക്കാൻ കഴിയും? ഭഗവാൻ കാളിമാതാവിനോട് ചോദിച്ച കാര്യമാണിത്. ഈ ശരീരം ഒരു തുള വീണ ചെണ്ടയായി മാറി. എത്ര കാലം ഇനി ഇതിന് ശബ്ദമുണ്ടാക്കാൻ കഴിയും? ഈ സന്ദർഭത്തിൽ എന്തിനാണ് ഇങ്ങനെ ഇത്രയും ആളുകളെ എൻ്റെ അടുത്തേക്ക് അയക്കുന്നത്? നോക്കൂ, ഭഗവാന്റെ അവതാര ഉദ്ദേശത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ, ആ അവതാര ലക്ഷ്യത്തിലെത്തുമ്പോഴേക്കും ഭഗവാൻ സ്വയം പറയുന്നത് അതാണ്. ആ സമയത്താണ് ഈ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായത്. ഏറ്റവും കൂടുതൽ ഈ സാമൂഹികമായ പരിവർത്തനങ്ങൾ ആളുകളിൽ ഉൾപ്പെടെ, ആ വന്നു ചേർന്നവരിൽ ഉൾപ്പെടെ 16ഓളം സന്യസ്ത ശിഷ്യന്മാരെ ഉൾപ്പെടെ, വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ളവരുടെ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഏതാണ്ട് 50-50 വരുന്ന ഗൃഹസ്ഥാശ്രമ ശിഷ്യന്മാർ, പിന്നെ മറ്റ് സാമൂഹിക പ്രവർത്തകർ, അതായത് ബ്രഹ്മസമാജം പോലുള്ളതിൻ്റെയൊക്കെ പ്രവർത്തകർ, ഇങ്ങനെയുള്ള വലിയൊരു ജനസഞ്ചയമാണ് ഭഗവാന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഇത്രയും ജനസഞ്ചയം ഭഗവാന്റെ മുന്നിൽ എത്തുമ്പോൾ ഭഗവാന്റെ അവസ്ഥ, ഭഗവാൻ സ്വയം പറയും, ഞാനൊരു തുളവീണ ചെണ്ടയായി മാറിക്കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് ശബ്ദം കേൾക്കുക എന്ന് വളരെ വേദനയോടുകൂടി ഭഗവാൻ കാളിമാതാവിനോട് ചോദിക്കുന്നതാണ്. നമ്മളൊരു സന്ദർഭത്തിൽ ഭഗവാൻ അത് ചോദിക്കുന്നുണ്ട് അങ്ങനെ കാളിമാതാവിനോട്. അപ്പോൾ വാക്കുകൾ, അപ്പോൾ ഈ തരത്തിലാണ് ഭഗവാന്റെ ആ ഒരു വൈഷമ്യം നേരിട്ടത്. ഈ പശ്ചാത്തലത്തെ, ഈ വചനാമൃതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഭഗവത് ലീലയുടെ ആ ഘടനയെ പരിശോധിക്കുമ്പോൾ ഇതായിരുന്നു അവസ്ഥ. വെറും 10 വർഷം 10 വർഷമല്ല, ഒരു 8 വർഷം, അതിൽ 4 വർഷമാണ് നമ്മൾ പഠിക്കുന്നത് വചനാമൃതത്തിലൂടെ. ആ 4 വർഷത്തെ മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിൽ അപ്പോൾ വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് തൻ്റെ അവതാര ദൗത്യത്തെ പരിപൂർണ അവസ്ഥയിലേക്ക് എത്തിക്കുകയും ആരൊക്കെ ആയിത്തീരണമെന്ന് നിശ്ചയിക്കുകയും അവരെയൊക്കെ ആ രീതിയിൽ അവരോധിക്കുകയും ചെയ്തിട്ടാണ് ഭഗവാൻ ഈ തൻ്റെ ദേഹത്യാഗം ചെയ്യുന്നത്. ഈ ഒരു ജന്മത്തിൻ്റെ ദേഹത്യാഗം ചെയ്യുന്നത് ആ സന്ദർഭത്തിലാണ്. ഈ ഒരു അവസ്ഥ നിന്നുകൊണ്ടാണ് നമ്മൾ വചനാമൃതത്തിൻ്റെ ആ വചനാമൃത രചനയുടെ പക്ഷത്തേക്ക് നമ്മളിനി പ്രവേശിക്കേണ്ടത്. ഈ ഒരു സാഹചര്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ആ രചന രൂപീകരിക്കപ്പെടുന്നതിൻ്റെ ഒരു സാഹചര്യമാണ് ഇത്രയും നേരം നമ്മൾ പരിശോധിച്ചത്. ഇതിൽ നിന്നുകൊണ്ടാണ് ഇനി വചനാമൃത കഥയിലേക്ക് നമ്മൾ, ആ വചനാമൃത പരാമർശിക്കുന്ന ആ സന്ദർഭങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടത് ഇതിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ഈ വചനാമൃതത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? മാഷ്ടർ മഹാശയനും ഭഗവാൻ മാഷ്ടർ മഹാശയനിലൂടെ നമുക്ക് തരുന്നതാണിത്. യഥാർത്ഥത്തിൽ മാഷ്ടർ മഹാശയൻ ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ മാഷ്ടർ മഹാശയൻ ഒരു ഗ്രന്ഥരചയിതാവോ ഒന്നുമല്ല ഇവിടെ. ഇത് ഭഗവാൻ നമുക്ക് ആ 4 വർഷത്തെ തൻ്റെ അവതാരോദ്ദേശത്തിൻ്റെ ആ മഹിമയെക്കുറിച്ച് പൊതുസമൂഹത്തിന്, ഇനി ഭാവിയിലുള്ള ജനസമൂഹത്തിന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി മാഷ്ടർ മഹാശയനെ ഒരു ഉപകരണമാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഇനിയുള്ള ആ രചനയുടെ ഘട്ടങ്ങളിലേക്ക് എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നുള്ളതാണ് ഇനി നമുക്കറിയാനുള്ളത്. അത് അടുത്ത ദിവസത്തെ നമുക്ക് ആ ഭാഗം പരിശോധിക്കാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ.
നമസ്തേ നമസ്തേ സാർ. നമസ്തേ 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 നമസ്തേ. നമസ്തേ നമസ്തേ. വചനാമൃതേ ആ പോയോ? ഇല്ല പോയില്ല പറഞ്ഞോളൂ. വചനാമൃതം സിൻസിയറായി ആരെങ്കിലും വായിച്ചാൽ ആ ഒരു 10 പേജ് അവന്റെ അഹന്ത അങ്ങ് പറഞ്ഞില്ല, ഇന്നവൻ അഹന്ത വന്ന അത്ഭുതം. അതെ ആ നിമിഷം വിട്ടുപോകും. അതെ അവിടെ തന്നെ അവന് നിർത്തിക്കളയും. അതെ എല്ലാ കാര്യങ്ങളും അവിടെ ഇരിക്കട്ടെ. അവന് ജ്ഞാനത്തിനുള്ള അർഹത തന്നെ, അതായത് തീർച്ചയായിട്ടും അതെ. പഠിപ്പ് എന്നുള്ള അഹന്തയോ പണ്ഡിതാണെന്നോ ജാതിയാണെന്നോ ഒരു തരത്തിലുള്ള അഹന്തയും ഉണ്ടാകും, സംശയമില്ല. അതെ അനുഭവത്തിനോട് ഇത് വന്നുകൊണ്ട് പറയാണേ. ആ എന്താ ഈ പറയണത്? അതാ തുടക്കം തന്നെ മാസേന്റെ അഹന്താരെ അതെ മാസ്റ്റർ മഹാശയന്റെ അഹന്തയെ, അത് മാസ്റ്റർ മഹാശയന്റെ അഹന്തയല്ല, നമ്മുടെ എല്ലാ അഹന്തയാണത്. നിർത്തും. അതെ ഈ കൽക്കട്ടക്കാരുടെ അഹന്തയം നമ്മള് എല്ലാവരുടെ വചനാമൃതത്തോളം അത് വായിക്കണവരുടെ എല്ലാവർക്കും ആദ്യം തന്നെ അത് തന്നെയായിരിക്കും. അതെ നാമം ജപിക്കാം. ഒരു വല്ലാത്ത ശബ്ദം. തൊഴാനും